നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS, VFA, BEFCO, LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഹോട്ട് ടോപ്പിക്സിന്റെ ഡിസ്കഷൻ ആണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 3 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടൈപ്പ് ക്ലാസ്സുകൾ ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഇതുവരെ 3 ക്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3ാമത്തെ ക്ലാസ് ആണ് ഹോട്ട് ടോപ്പിക്സ്. അപ്പൊ ഈ കമ്പനി LGSന് വേണ്ടി ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കമ്പനി LGS എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓർഡർ ബൈ ഓർഡർ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന്റെ ഉത്തരങ്ങളും താഴെ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലാസ്സിന് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ പറഞ്ഞാൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാവേ. അപ്പൊ ഇങ്ങനെ ഇടുന്ന നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നോട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് ജാഥകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിച്ച ജാഥ ഏതാണ്? സവർണ ജാഥയാണ്. ഏകദേശം 30,000 ആൾക്കാരുടെ ഒപ്പൊക്കെ ശേഖരിച്ച് മഹാറാണിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അടുത്തത് ജീവശിഖാ ജാഥ. ഇത് സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. EMS സർക്കാരിനെതിരെ വിമോചന സമരത്തിന്റെ ഭാഗമായി നടത്തിയ ജാഥയാണ് ജീവശിഖാ ജാഥ. അപ്പൊ മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിച്ച 2 ജാഥകളാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ? സവർണ ജാഥയും ജീവശിഖാ ജാഥയും. ജീവശിഖാ ജാഥ എവിടം മുതൽ എവിടം വരെയാണ്? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖാ ജാഥ നടന്നത്. പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ജീവശിഖാ ജാഥ വർഷം ഒന്ന് പറയാമോ? വിമോചന സമര കാലത്താണെന്ന് ഞാൻ ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ വർഷം താഴെ കമന്റ് ചെയ്യൂ. അപ്പൊ ജീവശിഖാ ജാഥയും സവർണ ജാഥയും സംഘടിപ്പിച്ചത് ആര്? പെട്ടെന്ന് പറയൂ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ എവിടം മുതൽ എവിടം വരെ? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചല്ലേ, മഹാറാണിയെ കാണാനല്ലേ പോയത്. അപ്പൊ വൈക്കത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ. ജീവശിഖാ ജാഥയാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ. അതിന്റെ വർഷം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അടുത്തത് രാജധാനി മാർച്ചാണ്. രാജധാനി ജാഥ. ഇത് സംഘടിപ്പിച്ചത് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ടും തടവുകാരെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടും തമ്പാനൂർ മുതൽ കവടിയാറ് വരെ രാജധാനി ജാഥ നയിച്ചതാര്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ വിശേഷണം എന്താണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നത്. അപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് അക്കാമ ചെറിയാന്റെ ഒരു സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണെന്ന് ഓർക്കുക. അപ്പൊ തമ്പാനൂർ മുതൽ കവടിയാറ് വരെയാണ് രാജധാനി മാർച്ച് ആര് സംഘടിപ്പിച്ചത്? അക്കാമ ചെറിയാൻ സംഘടിപ്പിച്ചത്. അടുത്തത് യുദ്ധവിരുദ്ധ ജാഥയാണ്. SCRT ഫാക്ടും കൂടെയാണ്. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എല്ലാം ഒരാള് തന്നെയാണ്. ഇദ്ദേഹം സംഘടിപ്പിച്ച ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. 1ാം ലോക മഹായുദ്ധകാലത്ത് നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ നടത്തിയ ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. സമാധാനം പുലരാനും ഒക്കെ വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു ലക്ഷ്യങ്ങളോട് കൂടി നടത്തിയ ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. എവിടം മുതൽ എവിടം വരെയാണ്? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാൻ സംഘടിപ്പിച്ചത്. എവിടം മുതൽ എവിടം വരെ? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. കിട്ടിയോ? അടുത്തത് ഉപ്പു സത്യാഗ്രഹ ജാഥയാണ്. അപ്പോ ഉപ്പു സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് TR കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് 2ാം ബർദോളി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലേക്ക് പാലക്കാട് നിന്നും ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹ ജാഥ. പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉപ്പു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുമല്ലോ. അപ്പൊ ഉപ്പു സത്യാഗ്രഹ ജാഥ എങ്ങോട്ടാണ് സംഘടിപ്പിച്ചത്? പയ്യന്നൂരിലേക്കാണ് സംഘടിപ്പിച്ചത്. എവിടെ നിന്നും? പാലക്കാട്. അപ്പോ പാലത്തിൽ കയറി എങ്ങോട്ടേക്ക് പോയി? പയ്യന്നൂരിലേക്ക് പോയി എന്ന് ഓർത്താൽ മതി. ഉപ്പു നിയമം ലംഘിക്കാൻ വേണ്ടി.
വേണ്ടി പാലം, പയ്യന്നൂർ, പാലക്കാട്, പയ്യന്നൂർ. ഓക്കെ, കിട്ടിയോ? ഈ പറഞ്ഞ 5 ജാഥകളും കിട്ടിയോ? കിട്ടിയെങ്കിൽ എസ് എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കൂ. സവർണ ജാഥ ജീവശിഖ മന്നത്ത് പത്മനാഭൻ, രാജധാനി അക്കാമ ചെറിയാൻ, യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാൻ, ഉപ്പു സത്യാഗ്രഹ ജാഥ TR കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അപ്പോ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ LGSന്റെ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം 6-ാം തീയതി, അതായത് ഇന്ന് നമ്മൾ പുതിയ ബാച്ച് ക്ലാസ്സിലേക്ക് ജസ്റ്റ് കടക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. LDCയുടെ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് LGSന്റെ പുതിയ ബാച്ചാണ്. LDC ബാച്ച് ആയാലും LGSന്റെ ബാച്ച് ആയാലും നിങ്ങൾക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും കേട്ടോ. പ്രിന്റബിൾ നോട്ട് ഉൾപ്പെടെയാണ് ഫുൾ സിലബസ് കവറേജ്. LGSന്റെ കാര്യം പറയുകയാണെങ്കിൽ GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ് ഫുൾ സിലബസ് കവറേജ് ആണ്. അഡീഷണൽ ആയിട്ട് ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ, പഴയ SCRT പുതിയ SCRT ചാപ്റ്റർ വൈസും ഉണ്ടായിരിക്കും. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ്. ശനിയും ഞായറും ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. എപ്പോഴും പഠിച്ചു പുതിയ കാര്യങ്ങൾ പഠിച്ചു പോവുകയല്ല, പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് 2 ദിവസം റിവിഷൻ അടിച്ച് തന്നെ പോകത്തുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിക്കുന്നു. ശനിയും ഞായറും ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷനാണ്. ഞായറാഴ്ച പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റും ഇട്ട് തന്നിട്ട് മാത്രമേ, നിങ്ങളുടെ നിലവാരം അറിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ പോകത്തുള്ളൂ. അപ്പൊ ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക, നിങ്ങളെയും ഒരു സർക്കാർ ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ നമ്പറാണ്. അവരെ വാട്സ്ആപ്പിലും മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം. കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 2027 ഡിസംബർ വരെ ഞാൻ വാലിഡിറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.25 വർഷത്തോളം നിങ്ങൾക്ക് വാലിഡിറ്റിയും കിട്ടുന്ന കോഴ്സാണ്. ഓക്കെ, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണേ. ഇനി കുറച്ച് ജാഥകൾ കിട്ടി. ഇനി അടുത്ത ജാഥയിലേക്ക് പോവുകയാണ്. യാചനായാത്ര. ഈ യാചനായാത്ര എന്തിനു വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത്? VT ഭട്ടതിരിപ്പാടാണ് സംഘടിപ്പിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഫണ്ടൊക്കെ രൂപീകരിക്കാൻ നടത്തിയ യാത്രയാണ് യാചനായാത്ര. വർഷം 1931. എവിടം മുതൽ എവിടം വരെയാണ് ഈ യാചനായാത്ര നടത്തിയത്? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. എവിടെ മുതൽ എവിടം വരെ? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് VT ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത് എന്ന് ഓർക്കുക. ഇനി VT ഭട്ടതിരിപ്പാടിന് തന്നെ മറ്റൊരു ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. പേര് പോലെ തന്നെ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ജാഥ VT ഭട്ടതിരിപ്പാട് നടത്തിയത്. എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ, മുകളിൽ നിന്നും താഴേക്കാ വന്നത്. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ വർഷം 1968. അപ്പൊ യാചനായാത്ര 31-ലും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 68-ലാണ് സാമൂഹിക പരിഷ്കരണ ജാഥ ഇദ്ദേഹം തന്നെ സംഘടിപ്പിച്ചത്. ഇനി പറയാൻ പോകുന്നത് AKG നയിച്ച ജാഥകളാണ്. AKG പട്ടിണി ജാഥ നയിച്ച വർഷം 1936. മലബാറിലെ ജനങ്ങളുടെ പട്ടിണി, ഈ വക കാര്യങ്ങളൊക്കെ മദ്രാസ് സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ അവശനില മദ്രാസ് സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി കണ്ണൂർ മുതൽ മദ്രാസ് വരെ AK ഗോപാലൻ നടത്തിയ ജാഥയാണ് പട്ടിണി ജാഥ. ക്ഷേത്രജാഥ നടത്തിയതും AK ഗോപാലനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്, ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് അവശ വിഭാഗങ്ങൾക്കും ക്ഷേത്ര നിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലുള്ള ആ ഒരു പ്രവേശനം ഉറപ്പാക്കാൻ വേണ്ടി കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ AKG സംഘടിപ്പിച്ച ജാഥയാണ് ക്ഷേത്രജാഥ. മലബാർ ജാഥ സംഘടിപ്പിച്ചതും AKG തന്നെയാണ്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ സംഘടിപ്പിച്ചതും AKG. അപ്പൊ പട്ടിണി ജാഥ, ക്ഷേത്ര ജാഥ, മലബാർ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? AKG ആണ്. ഇനി കർഷക ജാഥ സംഘടിപ്പിച്ചതും ആര് തന്നെയാണ്? AKG. അപ്പൊ 4 ജാഥകളുണ്ട് കേട്ടോ, 3 അല്ല 4 ജാഥകൾ. കർഷക ജാഥ 1960 സംഘടിപ്പിച്ചത് AK ഗോപാലൻ തിരുവനന്തപുരത്തേക്ക്, അതും 14 ഡിസ്ട്രിക്ട് കഴിഞ്ഞാണ് വരുന്നത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് AKG സംഘടിപ്പിച്ചതാണ് കർഷക ജാഥ. അപ്പൊ AKG സംഘടിപ്പിച്ച ജാഥകൾ ഏതൊക്കെ? പട്ടിണി, ക്ഷേത്ര ജാഥ, മലബാർ ജാഥ,
കർഷക ജാഥ. വർഷങ്ങളും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ജാഥകളൊക്കെയും കിട്ടിയോ? ഈ ജാഥകൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്, റൂട്ട് ചോദിക്കാറുണ്ട്, ആരൊക്കെ സംഘടിപ്പിച്ചു എന്ന് ചോദിക്കാറുണ്ട്, വർഷങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു സെഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ കിട്ടിയല്ലോ അല്ലെ? അടുത്തയിലേക്ക് പോകാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഹോട്ട് ടോപ്പിക് ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ സിംഗിൾ. എപ്പോഴും ചോദിക്കാറുള്ളതല്ലേ? ഓരോ വർഷങ്ങൾ തന്നിട്ട് ഈ വർഷങ്ങളിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യൻ ആര്, വനിതാ ചാമ്പ്യൻ ആര് എന്ന് ചോദിക്കാറുണ്ട്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഞാൻ പുരുഷ സിംഗിൾസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. 4 വർഷങ്ങളിലെ നമുക്ക് പഠിച്ചു വെക്കണം. 4 വർഷം. 2023 നൊവാക് ജോക്കോവിച്ച് ആണ് ജേതാവ്. രാജ്യം സെർബിയ. അപ്പോ എങ്ങനെ ഓർക്കാം? ജോബ് ഇല്ലെങ്കിൽ ഓസായി പോവും എന്ന് ഓർത്താൽ മതി. 2023 അല്ലേ? അപ്പൊ 23ാമത്തെ വയസ്സിൽ നമ്മൾ ജോബ് കണ്ടെത്തിയിരിക്കണം. ആ സമയത്ത് ജോബ് ഇല്ലെങ്കിൽ ഓസായി പോവും. അപ്പൊ 23 ജോക്കോവിച്ച് ഓസ്ട്രേലിയ. 24ഉം 25ഉം ഒരേ വ്യക്തി തന്നെയാണ്. ജാനിക് സിന്നർ തന്നെയാണ് 24ഉം 25ഉം കിരീടം കൊണ്ടുപോയത്. ഇദ്ദേഹത്തിന്റെ രാജ്യം ഇറ്റലിയാണ്. ജാനിക് സിന്നർ. എങ്ങനെ ഓർക്കാം? 24ഉം 25ഉം 23 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 24ഉം 25ഉം. ഇന്ന് ഡിന്നർ ഇഡലി ആണെന്ന് ഓർത്താൽ മതി. അപ്പോ ഡിന്നർ സിന്നറിലേക്ക് കണക്ട് ചെയ്യാം, ഇഡലിയിലേക്ക് കണക്ട് ചെയ്യാം. സിന്നർ ഇറ്റലി, അപ്പോ ഡിന്നർ ഇഡലി. അപ്പൊ 24 25 കിട്ടിയല്ലോ. ജാനിക് സിന്നർ ഇഡലി കഴിച്ചു. ഇറ്റലി. ഓക്കെ. 26 ഈ വർഷത്തെ 26ല് കാർലോസ് അൽക്കാരസ് ആണ്. 26ലെ കാർലോസ് അൽക്കാരസ് ആണ്. ഇദ്ദേഹത്തിന്റെ രാജ്യം എവിടെയാണ്? സ്പെയിൻ ആണ്. അപ്പൊ 23ാമത്തെ വയസ്സിൽ ജോബ് ഇല്ലെങ്കിൽ ഓസായി പോത്തില്ലേ? അപ്പൊ ജോക്കോവിച്ച് ഓസ്ട്രേലിയ, സെർബിയക്കാരനാണ്. 24ഉം 25ഉം ഇഡലി. ഡിന്നറിന് എന്താണ്? ഇഡലി. അപ്പൊ സിന്നർ ഇറ്റലിന്ന് കിട്ടും. 26 കാർലോസ് അൽക്കാരസ്. രാജ്യം ഏതാണ്? സ്പെയിൻ. കിട്ടിക്കഴിഞ്ഞല്ലോ. ഓക്കെ, സെറ്റായി. അപ്പൊ ആ ടോപ്പിക്കും അവിടെ കഴിഞ്ഞേ. അടുത്തത് പ്രകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് ശാസ്ത്രജ്ഞരും അവരുടെ കോൺട്രിബ്യൂഷനുമാണ്. അപ്പോ ഞാൻ ഈ സയൻസിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോഴത്തേക്കും പ്രകാശവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് തരാമെന്ന് കരുതി. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഐസക് ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഐസക് ന്യൂട്ടൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ, വിബ്ജിയോർ 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൻ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൻ. അപ്പൊ ഐസക് ന്യൂട്ടനുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഓർക്കുക. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി, പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം കണ്ടെത്തി. ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. അടുത്തത് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം പറയുമ്പോൾ അതിന്റെ കൂടെ ഓർക്കാനുള്ളതാണ് തരംഗ സിദ്ധാന്തം. ക്രിസ്ത്യൻ, നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി? ക്രിസ്ത്യൻ എന്ന് ഓർത്താൽ മതിയേ. ക്രിസ്ത്യൻ തരംഗം. അപ്പൊ ക്രിസ്ത്യൻ ഹൈജൻസിസ് തരംഗ സിദ്ധാന്തം എന്ന് കിട്ടും. ഇനി പ്രകാശം അനുപ്രസ്ഥ തരംഗം. പ്രകാശം അനുപ്രസ്ഥം. ശബ്ദം അനുദൈർഘ്യം. അപ്പൊ പ്രസ്ഥം പ്രകാശം, അനുപ്രസ്ഥമാണ് പ്രകാശം. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ ആണ്. കിട്ടിയോ? അഗസ്റ്റിൻ ഫ്രെണൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ്വെൽ ആണ്. അപ്പൊ 5 പോയിന്റ് കിട്ടിയോ? ന്യൂട്ടന്റെ 2 പോയിന്റ്. സൂര്യപ്രകാശം 7 നിറം. കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടൻ. തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ്. അനുപ്രസ്ഥ തരംഗം ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ്വെൽ. കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലെ? ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ LGS കോഴ്സിന്റെ കാര്യം മറക്കരുത്. അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും മികച്ച അഡ്മിഷൻ എടുത്തോളാം. പിന്നെ LDC LGS കോഴ്സ് മാത്രമല്ല, LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാ കോഴ്സുകളും ഉണ്ട്. CPO ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്, APO ഉണ്ട്, SI ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഫുൾ സിലബസ് കവറേജ് ആണ്. ഒന്നും നിങ്ങൾക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമാണ് നമ്മൾ എടുത്തു തരുന്നത് കേട്ടോ. അടുത്ത് നോക്കാം. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ആര്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്.
ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ്, ബഹുമാനാർത്ഥമാണ് ആ ഒരു യൂണിറ്റിന് ഹെർട്സ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ്, ആവൃത്തി എന്നാൽ ഫ്രീക്വൻസിയാണ്. പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. 2 ചോദ്യങ്ങൾ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീനും കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെർട്സും ആണ്. അപ്പോ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ, അത് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ്. അപ്പൊ ഹെൻറിച്ച് ഹെർട്സിന്റെ 2 കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക സ്വഭാവവും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവും ആരാണ് കണ്ടെത്തിയത്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം, ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ആവിഷ്കരിച്ചതാണ് മാക്സ് പ്ലാങ്ക്. പ്ലാങ്ക്സ് തിയറി, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് തന്നെയല്ലേ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? അടുത്ത കുറച്ച് പേരെയും കൂടെ പഠിക്കാനുണ്ട്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും. വ്യത്യസ്ത മീഡിയത്തിലൂടെ, അതായത് ശൂന്യതയിലൂടെ, അല്ലെങ്കിൽ ജലത്തിലൂടെ, ഖരവസ്തുക്കളിലൂടെ, ഇവയിലൂടെ എല്ലാം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് ആണ്. ലിയോൺ ഫുക്കാൾട്ടിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷനും കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതും ഫുക്കാൾട്ട് ആണ്. അപ്പൊ വേഗതയെക്കുറിച്ച് 2 കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്നും പറഞ്ഞു. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലായിരിക്കും എന്ന് ആര് പറഞ്ഞു? ലിയോൺ ഫുക്കാൾട്ട് പറഞ്ഞു. ഇനി ഐസക് ന്യൂട്ടന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഘടകവർണ്ണങ്ങൾ ചേരുമ്പോൾ സമന്വത പ്രകാശം അഥവാ കോമ്പോസിറ്റ് ലൈറ്റ് ലഭിക്കും എന്ന് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൻ. ഫോർ എക്സാമ്പിൾ, പ്രൈമറി കളേഴ്സ് ഉണ്ടല്ലോ, പനിച്ചു ആണ് പ്രൈമറി കളേഴ്സ്, പച്ച, നീല, ചുവപ്പ്. ഇത് 3 കൂടി ചേരുമ്പോഴത്തേക്കും എന്ത് കിട്ടും? വെള്ള കിട്ടുമല്ലോ. അപ്പൊ ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വത പ്രകാശം കിട്ടും എന്ന് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൻ ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 അതായത് പനിച്ചുവാണ്, പച്ച, നീല, ചുവപ്പ്, ഈ 3 പ്രൈമറി കളേഴ്സ് അഥവാ പ്രാഥമിക വർണ്ണങ്ങൾ 3 എന്ന് കണ്ടെത്തിയത് യങ് ആണ്, തോമസ് യങ്. ഇനി PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു, പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആര്? ECG സുദർശനാണ് ടാക്കിയോണുകളെ കണ്ടെത്തിയത്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാണ്? റോമർ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത്. അപ്പൊ ഈ ശാസ്ത്രജ്ഞനും കോൺട്രിബ്യൂഷൻസ് മാറിയും തിരിഞ്ഞും PSC നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ലിയോൺ ഫുക്കാൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വ്യത്യസ്ത അളവിലായിരിക്കും, കൂടാതെ പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലായിരിക്കും പറഞ്ഞത് ലിയോൺ ഫുക്കാൾട്ട്. ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടൻ. തോമസ് യങ് പനിച്ചു കണ്ടെത്തി, അതായത് പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ. ടാക്കിയോണുകൾ ECG സുദർശൻ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് റോമർ. ഓക്കെ, അപ്പൊ ഇത്രയും 3 ഹോട്ട് ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായല്ലോ അല്ലെ? ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചല്ലോ. ഇതിന്റെ PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്തേക്കാം. നമ്മള് ടെലഗ്രാം ചാനൽ ഇട്ട് തന്നിട്ട്, ടെലഗ്രാം ചാനൽ നിങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. വീഡിയോ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ പറ്റി ഒന്ന് പറയുക. ഹർഷിതം എഡ്യൂടെക് സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലി മെമ്പർ ആവാനും കൂടി പറയാം. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.